ഗൈസ്, അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയാലോ? ഒരാള് മിസ്സിംഗ് ഉണ്ടല്ലേ? ഇങ്ങനെ പോയി? അനക്കൊന്നുമില്ല. ആട്ടം ഒരാട്ടം എന്തടേ കാലിന്? എന്താ പറ്റിയല്ലേ? നാളെ ആവും. നാളെ ആവും. എന്ത് പറ്റി വൈകാൻ? വൈകാൻ എന്ത് പറ്റി? സംഭവം എന്ന് വെച്ചാലേ ഒരു കൂട്ടുകാരൻ കുറെ ദിവസം കൊണ്ട് വണ്ടി കഴുകാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഡെയിലി എന്നിട്ട് പറയാ നാളെ കഴുകാം, മറ്റന്നാൾ കഴുകാം എന്നിങ്ങനെ പറഞ്ഞോണ്ടിരുന്നു. അതിനൊരു സാധനം എന്തായി വീഡിയോ എടുക്കാൻ വേണ്ടി വിളിച്ചെന്നെ. എന്റെ എന്താ പറയാ ഫൈറ്റ് സീൻ സ്റ്റണ്ട്, ഞാൻ അതിന് പോയതാണ്. ഫൈറ്റിന് കുഴപ്പമില്ല. ഞാനെന്താ എന്റെ ഇതറിയാം, മടി അറിയാതുകൊണ്ട് എന്റെ കസേര എടുത്ത് ചേർത്ത്. പക്ഷെ അവിടെ ഒരു കാറ് സർവീസ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, അണ്ടർ ബോഡി വാഷും എല്ലാം കൂടെ. അപ്പൊ അവൻ കാർ കഴുകാൻ നിൽക്കായിരുന്നല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു നീ കുഴപ്പമില്ല, ഇവിടെ കഴുകുമെന്ന് പറഞ്ഞു, ഇവിടെ സർവീസ് സെന്റർ എല്ലാം ഉണ്ടല്ലേ. അവൻ കഴിയപ്പോ എനിക്കൊരു വിഷമം, പാവം ഒറ്റയ്ക്ക് കഴിവല്ലേ എന്ന്. ഞാൻ ഒരു തുണിയൊക്കെ ആയിട്ട് സഹായിച്ച് ഞാൻ ആ കുഴിക്കത്തുന്ന വ്യത്യസ്തമായ ഒരു അപകടം. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടോ? അത് കൊച്ചില് ക്രിക്കറ്റ് കളിച്ചപ്പോഴത്തേക്ക് ഒരു അപകടം പറ്റിയായിരുന്നു. ഇല്ല, ഈ തെങ്ങിന്റെ മടൽ വെച്ച് ബാറ്റ് ഉണ്ടാക്കുമല്ലോ, അപ്പൊ അത് വെച്ചുണ്ടാക്കി ബാറ്റ് ഉണ്ടാക്കി. അപ്പൊ അതിന്റെ നീളം ഇത്തിരി കൂടുതലായിരുന്നു, ഇത്തിരി നല്ല കൂടുതലായിരുന്നു. അങ്ങനെ ഇത് കണക്ക് കളിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ കളിച്ചപ്പോ അടിച്ചിട്ട് ഓടി, എന്നിട്ട് ഒന്നോടി രണ്ടോടിയപ്പോ ബാറ്റ് ഇങ്ങനെ ഒരച്ചില്ല. ക്രിക്കറ്റിലൊക്കെ നമ്മൾ ഡൈവ് ചെയ്യുന്ന കണക്ക് സാധനം കുത്തിയാണ്. പക്ഷെ അവിടെ ഒരു കല്ലുണ്ടായിരുന്നു, അതേ കുത്തി ഇവിടെ കുത്തി ഞാൻ കറങ്ങിയതൊക്കെ വീട്. പിന്നെ അപ്പൊ കുഴപ്പമൊന്നുമില്ലായിരുന്നു, അവിടെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു. അപ്പൊ ആ ഫ്ലോയിൽ വീട്ടിലേക്ക് വന്ന് സൈക്കിളിലൊക്കെ എടുത്ത് പോയി. രാത്രി എണീറ്റിട്ട് രാവിലെ ഉറക്കണിച്ചപ്പോ എണീക്കാൻ വയ്യ, കിടപ്പായി പോയി. ആ കിടപ്പ് ഒരു 3-4 ദിവസം കിടന്നു. പിന്നെ അത് അവിടെ എന്തോ ഫ്രാക്ചർ ആയിട്ട് ഫുള്ളായിട്ട് അങ്ങ് തളർന്നു പോയ കണക്കായി പോയി. പിന്നെ ഒരു 3-4 ദിവസം കിടന്നു. പിന്നെ ഓപ്പറേഷനൊക്കെ വേണമെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയൊക്കെ നടന്ന് ഇപ്പൊ ഇങ്ങനെയായി. രസമായിരുന്നു. ഈ മോണാക്കോനെ കൊണ്ട് തള്ളിയിട്ടുണ്ട് ഇവനെ. ഞാനും വേറെ ബൈക്കിൽ പോയിരുന്നു, ഇവനൊക്കെ ഇക്കിളാക്കരുതെന്ന് പറഞ്ഞു. ഇവര് ഭയങ്കര ഇക്ലിയാണ്. ഞാനും മറ്റോട് ഇക്ലിയാക്കി ഇക്ലിയാക്കി. എടാ അവന്റെ ബൈക്കിലാണ് പോണത്. അത് ഒരു വരമ്പിൽ കൂടെ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പുറം അപ്പുറം അപ്പാച്ചിയില് തോടും വയലുമാണ്. പൊക്കോണ്ടിരുന്നപ്പോഴത്തേക്ക് അവന് ഇക്കളാക്കി. നമ്മൾ ഇക്ലിയാക്കുമ്പോഴത്തേക്ക് സ്വന്തം വണ്ടിയല്ലേ, ആരെങ്കിലും പിടിച്ചെടുത്തിട്ട് ചീത്ത വിളിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യും. ഇവൻ പറഞ്ഞു എന്നെ ഇക്ലിയാക്കിയാൽ ഞാൻ തള്ളി തോട്ടിടുന്നു. അപ്പൊ നമ്മള് വിചാരിച്ച അവന്റെ വണ്ടിയല്ലേ അവൻ ചെയ്യൂല, നമ്മളൊക്കെ ഇക്ലിയാക്കി. ഇവൻ വണ്ടി പിടിച്ചൊക്കെ തോട്ടിട്ടു. എന്നിട്ട് നടക്കുന്നത് ചിരിക്കുന്നു. എന്നെ ഇക്ലിയാക്കിയാൽ തള്ളിയിടുന്ന് പറഞ്ഞില്ലേ. എനിക്കുള്ള എന്താ, എന്റെ ഒരു കൂട്ടുകാരന്റെ കൂടെ വണ്ടി പോയപ്പോ ഇതല്ല വേറെ കഥ. കൂട്ടുകാരന്റെ ബാക്കിൽ ഇരുന്ന് പോയപ്പോ വേറൊരു കാർ കൊണ്ടുവന്ന് ബാക്കിൽ ഇടിച്ചു. പിന്നെ ബോധം വന്നപ്പോ ആശുപത്രിയിലാണ്. ചെറിയൊരു കഥ. അല്ല ഞാൻ ഇത് പയ്യെ പറയണോ, കൂട്ടുകാരന്റെ കൂടെ പയ്യെ ബൈക്കിൽ കയറി ഇങ്ങനെ പോയി 1 കിലോമീറ്റർ കഴിഞ്ഞു. കൂട്ടുകാരൻ കഴിഞ്ഞ എന്റെ അത്രേ ഉള്ളു. അല്ല എന്റെ വണ്ടി ഇടിച്ചത് ഞാൻ ഇനി ഓർത്തിരിക്കണോ? പാരിപ്പള്ളി ജംഗ്ഷനില് അമ്മ മാഗിയും പഴയതിനൊക്കെ സാധനങ്ങൾ മേടിച്ച് പോയിരുന്നേ. ചെന്ന് അമ്മമ്മ ഇടിച്ചാൻ കിട്ടും. സ്റ്റാൻഡിട്ട് വെച്ചിട്ട് ഇങ്ങനെ സാധാരണ നമ്മളൊരാളെ ഇടിച്ചിട്ട് നമ്മളത് പിടിച്ചെണീപ്പിക്കും. ഇങ്ങനെ ഇരിക്കും. നാട്ടുകാരൊക്കെ അഹങ്കാരി, എല്ലാവരോടും അവന്റെ വട്ടം നിൽക്കുന്നു. അപ്പൊ ജെയിമിന് അറിഞ്ഞൂടെ, ജെയിമില്ല വലിയ മോഹന്മാരെ കണക്കാണെന്ന്. അന്ന് പറഞ്ഞു അമ്മ മേടിച്ചോളൂ, മര്യാദ വണ്ടി എടുത്തോണ്ട് പോകാന്ന്. അന്ന് വണ്ടി എടുത്തോണ്ട് പോയി, അതുകൊണ്ട് രക്ഷപ്പെട്ട്. എന്റെ അത് എന്തോന്ന്, ഞാനും അമ്മയും കൂടെ ഡ്രസ്സ് എടുത്തിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് വണ്ടി ഇടിച്ച് കാറ് വന്ന് ഒറ്റയിടി അങ്ങനെ വീണ്. ഇപ്പോഴും അതും വെച്ചോണ്ട് ഇങ്ങനെ നടക്കുന്നു. കാറിടിച്ച് മര്യാദയ്ക്ക് റോഡിൽ കിടക്കുന്നു, ഇങ്ങനെ കിടക്കുന്നു. വണ്ടിയൊക്കെ വീണ് നമ്മൾ കിടക്കാണ്. അപ്പോഴാണ് നമുക്കൊരു പേടി, വണ്ടി മണ്ടേ കിടന്ന കാലൊടിഞ്ഞു പോയി. അങ്ങനെയല്ല, സംഭവം എന്തെന്ന് വെച്ചാൽ എന്റെ ഇതെന്ന് വെച്ചാൽ ഞാൻ ആക്സിഡന്റ് ഒക്കെ കണ്ടിട്ടുണ്ട് ഈ ഇൻസ്റ്റാഗ്രാമിൽ റീലൊക്കെ. അപ്പൊ എന്റെ മനസ്സിൽ ആക്സിഡന്റ് ആവുമ്പം ഈ കാല് ഇടയ്ക്ക് കയറി കാലൊടിഞ്ഞു പോയാല. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് കാലങ്ങ് ഇങ്ങനെ ആക്കി വെച്ച്.
അപ്പൊ എന്തോന്ന് തൊലി അങ്ങ് ചെറിയ പോയി. സെക്കൻഡ് റീൽ കണ്ടൊക്കെ ഓർമ്മ വന്നു. ആ ഞാൻ ഇതൊക്കെ ഞാൻ പോയപ്പോ അവിടെ റീല് അല്ല എനിക്ക് ഭയങ്കര പേടി ആക്സിഡന്റ് ഒക്കെ എനിക്ക് ഭയങ്കര പേടി. ഇല്ല ഇത് പറ്റത്തില്ലായിരുന്നു. ഷൂ ഇടാൻ മടി, ഷൂ ബാക്ക് ഇടാൻ മടിയായോണ്ട് ഷൂ പകുതി ഇട്ട് വെച്ചിരുന്നു. ഈ ഷൂ മൊത്തം ഇട്ടായിരുന്നെങ്കിൽ ഇത് പറ്റത്തില്ലായിരുന്നു. അന്ന് ഊരിയതാണ്, ഇതുവരെ ഇട്ടിട്ടില്ല. അന്ന് ഊരിയതാണ് ഷൂ, പിന്നെ ഇട്ടിട്ടില്ല ഷൂ. ഞാൻ കൈയൊടിയല് പട്ടി കടിക്കല് ഇതൊക്കെയാണ്. പണ്ടത്തെ സ്ഥിരം പരിപാടി പാളയക്കുത്തില്ല താഴത്തെ ഇറക്കുമില്ലേ വയല്, അതിലെ ബ്രേക്കിൽ സൈക്കിൾ ഇട്ടിട്ട് വയലിൽ വീഴലായിരുന്നു. ഇറക്കത്ത് വിട്ടുപോകും. അപ്പൊ എല്ലാരും പറഞ്ഞു കഴിഞ്ഞാ അപ്പം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങട്ടെ. അപ്പൊ ഡേ ടു വിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഹായ് ഗായ്സ്, അപ്പോൾ ഡേ ടു വിന്റെ പുതിയൊരു എപ്പിസോഡാണ് ഇന്ന് തുടങ്ങാൻ പോകുന്നത്. അപ്പൊ ഈ എപ്പിസോഡിന്റെ കപ്പിത്താൻ ഗെയിമാണ്. ഈ കപ്പിത്താൻ ഗെയിം എന്ന് പറയുന്നത് സെയിം ഹാൻഡ് സെയിം ലെഗ്. ഗെയിമിന്റെ പേര് അതായത് നമ്മൾ സാധാരണ നടക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ലേ നടക്കുന്നത്, ഇങ്ങനെയല്ലേ കാരണം നമ്മൾ ഒരു കാലം മറ്റേ കൈ പുറകോട്ട് പോകില്ലേ. പക്ഷെ ഇത് നമ്മള് ഓടുമ്പം ഇങ്ങനെ ഓടണം, അതായത് ഇങ്ങനെ കാല് വയ്യ. അതുകൊണ്ട് സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ലൈൻ കണ്ട, അപ്പൊ അവിടെ നിന്ന് നടന്ന് ഇവിടെ വന്നിട്ട് ഇവിടെ അരിപ്പൊടി ഇങ്ങനെ വെച്ച ഈ പാത്രത്തിൽ. അപ്പം നമ്മൾ ഈ സെയിം ഹാൻഡ് സെയിം ലെഗ് ഓടി വാ ഓടിക്കോ. ഞാൻ നടന്ന ഒരു കാര്യം ഇപ്പൊ ഇവിടെ ഈ പാത്രം നിറയെ അരിപ്പൊടി വെച്ചേക്കും. അപ്പൊ നമ്മളിങ്ങനെ ഓടി വന്നിട്ട് ഈ അരിപ്പൊടിക്കകത്ത് കിടക്കുന്ന ക്യാരംസിന്റെ കോയിൻ എടുത്ത് വെളി വെക്കണം. കൈ കൊണ്ടല്ല, നമ്മൾ ഇങ്ങനെ എന്നിട്ട് വാ കൊണ്ട് ഓരോന്നും എടുത്ത് വെക്കണം. അപ്പൊ അങ്ങനെ ഈ അരിപ്പൊടിക്കകത്ത് കിടക്കുന്ന കോയിൻ എല്ലാം എടുത്ത് വെളി വെച്ച് തീർക്കുന്ന ആരാണോ അവരാണ് ഈ ഗെയിമിന്റെ കപ്പിത്താൻ. നിങ്ങൾ നോക്കൂല എന്തായാലും, ഞാൻ എന്തായാലും നോക്കും. പിന്നെ കളിക്കുന്നത് എന്നാൽ സ്പോർട്സ് മാൻ സ്പിരിറ്റ് വേണോടാ, പുഷ്പ കളിച്ചങ്ങ് എത്തും. അപ്പം ഒരു പ്രാവശ്യം ഓടി വന്നിട്ട് എല്ലാം കൂടെ പറക്കി അങ്ങനെ പറ്റൂല. നമ്മള് ഇങ്ങനെ നടന്നു വരിക, ഓടി വരിക, വാ കൊണ്ട് ഒരു കോയിൻ എടുത്ത് വെളി വെക്കുക, തിരിച്ചു പോവുക, തിരിച്ചു വീണ്ടും വരിക. പോകുമ്പോ അങ്ങനെ തന്നെ പോണം. അങ്ങനെ കുഴപ്പമില്ല. എങ്ങനെയായാലും നമ്മൾ നടക്കുമ്പോ ഇങ്ങനെ നീ നടക്കും, നമ്മൾ ഓടും. അപ്പൊ ഗെയിം മനസ്സിലായില്ലേ? അപ്പൊ റെഡി അല്ലേ? അപ്പൊ പ്രോപ്പർട്ടീസ് വരട്ടെ, നമുക്ക് ഗെയിം തുടങ്ങാം. റെഡി അല്ലേ? അപ്പൊ റെഡി 3, 2, 1 ഗോ. ഇത് പൗള് കളിയുടെ, എനിക്ക് എത്താൻ പറ്റുന്നില്ലേ? സമയം കിട്ടും കേട്ടാ. ഇല്ല, അവൻ കപ്പി ഒന്നാമത് കാലം എന്നെ വെറുതെ ഇതെന്റെ. അപ്പൊ ഇതാണ് എന്റേത്. നീ ഒരേവണ പോയിട്ടൊന്നും വേണം, മൂന്നെണ്ണം വന്ന് ഇല്ല തേർഡ് നമ്പർ അപ്പൊ വാശിയേറിയ മാവ് തീറ്റി ജയിച്ചിരിക്കുന്നു. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഗെയിമിന്റെ എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. അരി നക്കൽ മത്സരത്തിൽ
ഇങ്ങ് വാങ്ങി. സെന്ററിലേക്ക് വന്ന് അതെ ഈ ഇപ്പം അരി കൊണ്ട് തന്നെ നമുക്ക് ഈ ഗെയിമിലെ എല്ലാ മംഗളാശംസകളും നേടിക്കൊണ്ട് എല്ലാരും തോറ്റു പോട്ടെ. ഇതിലെ ജനാർദ്ദനൻ എന്താണ് പറയാനുള്ളത്? അവരുടെ ഇത്. കൂടെ ചിരിക്കല്ല. അപ്പം അപ്പൊ കപിതാൻ നിങ്ങളുടെ ചലഞ്ച് ഗെയിം ഏതാണെന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് കളിപ്പിക്കേണ്ടതാണ്. അതെ, ഒരു കിടിലൻ ഗെയിമായിട്ട് വരാം. അപ്പോഴേക്കും നമ്മൾ Okay. പുട്ടുണ്ടാക്കിയിട്ട് ഓ. അപ്പൊ ഞാൻ കപ്പിത്താനായി ജയിച്ച ഗെയിമിലെ ഞാൻ സെലക്ട് ചെയ്ത ചലഞ്ച് ഗെയിമാണ് GK ബലൂൺ കാറ്റടി. കാറ്റടിയാ. കാറ്റടി നമ്മൾ കാറ്റടി ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മള് നിരന്ന് നിൽക്കണം, നമ്മളല്ല നിങ്ങള് വരിയായിട്ട് നിൽക്കണം. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, അതായത് GK വരാം, കുസൃതി ചോദ്യം വരാം, ഏത് വേണമെങ്കിലും ആവാം. അപ്പം അറിയാവുന്നവര് ഉത്തരം പറഞ്ഞിട്ട് ബേക്ക് പോവാം, അതായത് രക്ഷപ്പെട്ട് ബേക്കിലോട്ട് പോവാം. അറിഞ്ഞുകൂടാത്തവര് അഞ്ചിനിടയ്ക്കുള്ള ഏതെങ്കിലും നമ്പർ പറയണം. 5-ന് മുകളിലാണോ താഴെയാണോ? അല്ല, മുകളിൽ നമ്പർ പറയണം. ഈ 5-ന് മുകളിലെന്ന് പറയുമ്പോൾ നമുക്ക് എത്ര പറയാം? ഇല്ല 5-നും 10-നും ഇടയ്ക്കുള്ള നമ്പറേ പറയാൻ പറ്റും. 10-നും ഇടയ്ക്ക്. അപ്പൊ ഈ number- അപ്പൊ ഈ പറയുന്ന നമ്പർ നമ്മൾ കാറ്റടിക്കും. അപ്പൊ ഈ ബലൂൺ ഈ തുമ്പത്ത് ഇങ്ങനെ വെച്ചേക്കും. ഈ തുമ്പത്ത് വെച്ചേക്കും. നമ്മള് നമ്പർ അടിക്കുമ്പോ പൊട്ടിയില്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെട്ട് ബേക്കിൽ പോകും. അങ്ങനെ പൊട്ടുന്ന ഒരൗട്ടാവും, അത്രേ ഉള്ളൂ. ഉത്തരം പറഞ്ഞാൽ ബേക്കിൽ പോവാം, ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നമ്പർ പറഞ്ഞ് അടിച്ചു നിറയ്ക്കണം. പൊട്ടാണെങ്കിൽ ഔട്ട് ആവും. ലാസ്റ്റ് ഒരു പണിഷ്മെന്റ് ഉണ്ട്, അത് സർപ്രൈസ് ആണ്. എന്താണ് സർപ്രൈസ്? അത് ഞാൻ പറയില്ല. മുട്ട അടിക്കുന്നല്ലേ എല്ലാം നമുക്ക് ലാസ്റ്റ് അറിയാം. Okay, അപ്പൊ ഗെയിമിലോട്ട് പോവാം. ഓക്കെ. അപ്പൊ തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തെങ്ങുകൾ ആടുന്നത് എന്തുകൊണ്ട്? കാറ്റുള്ളതുകൊണ്ട്. അല്ല, പിന്നെ തെങ്ങിൽ കള്ളുള്ളതുണ്ട്. അതെന്തിന്? കുസൃതി വരാൻ GK വരാം. ആ. അപ്പൊ എത്ര നമ്പർ പറ? ഓ നമ്പർ പറ. 3. 9. ഓക്കെ. ആ, ഇത് നീ ഇന്ന് അടിച്ച് ഇരുവില്ല. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, 9. രക്ഷപ്പെട്ട്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ പോവാം. ടഫാണേ. ഇത് കുസൃതിയാണോ ജനറലാണോ? അത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. വീടുകളിലും പള്ളികളിലും കോമൺ ആയിട്ട് കാണുന്ന സാധനം. ഉത്തരം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ പോവാം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച്. നീളം കുസൃതിയാണ്. നീളം കൂടിയ ബീച്ചല്ലേ? ഓ, ഒരു ഉത്തരം പറയും. ശംഖുമുഖം. അല്ല, എനിക്കറിയാം. വിഴിഞ്ഞ അല്ല, മുഴുപ്പിലെങ്ങനെ അത് മുഴുവനെ പറയാറിയാമോ? 1, 2, 3, 4, 5, 6. ഓക്കെ. സൂര്യന്റെ ജന്മദിനം. സൂര്യന്റെ കുസൃതിയാണ്. സൺഡേ. ഓ, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല. കുസൃതിയാണോ അതാ അല്ല, മറ്റേ GK. GK ആണോ? എനിക്കറിയാം. ആലപ്പുഴ. ഓ, കറക്റ്റ്. രക്ഷപ്പെട്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, മീൻ പിടിക്കാൻ പറ്റാത്ത വല. കുസൃതിയാണ്. കുസൃതിയാണ്. പിടിക്കാൻ പറ്റാത്ത വല. എന്താണ്? മീനെ പിടിക്കാനാ? മീൻ പിടിക്കാൻ പറ്റാത്ത വല. കവല. ഓ, കറക്റ്റ്. ഓ, അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്നത്. അയ്യോ, ഭയങ്കരമായിട്ട് അറിയായിരുന്നു. എളുപ്പമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം. അങ്ങനെ ഒരു അറിയാടാ, നീ എപ്പോഴും പോണ സ്ഥലം കൊച്ചി. അപ്പൊ എത്ര നമ്പർ? നമ്പർ പറ. 5. 1, 2, 3, 4, 5. രക്ഷപ്പെട്ട്.
കുസൃതിയാണ്. അല്ലല്ല, കേരളത്തിലെ നിയമസഭാ അംഗങ്ങളുടെ എണ്ണം. 51. അല്ല, തെറ്റുത്തരം. ഉത്തരം 18. 141. 5. ആ, 1 2 3 4 മൊത്തം താക്കണം, നീ താക്കായിരുന്ന അങ്ങനെ പൊട്ടുന്ന. അടി അടി അടി. 1 2 3 4 5 6 അടിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. പെരിയാർ. ഓ, നമ്മളന്ന് പോയപ്പോ നമ്മള് ചോറിന് കൂട്ടാൻ പറ്റാത്ത കറി. ഇങ്ങനെ മൊത്തം പറ്റിയ അല്ല, കേട്ടില്ല. അല്ല, ഒരുത്തൻ പറഞ്ഞു ബേക്കറി. നമ്പർ പറ. 9. 9 അടിച്ചോ. 1 2 3 4 5 6 7 8 പണിഷ്മെന്റ് എന്താണെന്ന് വെച്ചാ ഇത് പൊട്ടൂലേ, ഇടിച്ചു പൊട്ടിയില്ലേ? ഇതാർക്കടാ പണിഷ്മെന്റ്? കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം. ആഴം കൂടിയ തുറമുഖം. ക്ലൂ ഒരു ക്ലൂ തരണം. ഒന്നുമില്ല, എളുപ്പമാണ്. ആഴം കൂടിയ ഉള്ള സ്ഥലമായിരിക്കും വിഴിഞ്ഞം. കറക്റ്റ്. അടുത്ത ആൾ, വാ വാ വാ. അച്ഛൻ വരുന്നു എന്ന് അർത്ഥം വരുന്ന പഴം. പപ്പായ. കുത്തും കോമയും വന്നാൽ എന്ത് വിളിക്കും? കുത്തും കോമയും വന്നാൽ എന്ത് വിളിക്കും? കുസൃതി ചോദ്യം. പെട്ടെന്ന് പറ. ഉണ്ട. .com. ഓ വാവ്. നമ്പർ പറ. 9. 9 അടിച്ചോ. നീ അടിക്കണ്ട, അടിച്ചോ. 1 2 3 4 5 6 7 8 9. ഓക്കെ. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി. കേരളത്തില് അറിഞ്ഞൂടല്ലേ? ആൻസർ ആനമുടി. അപ്പൊ എത്ര നമ്പർ? 9 അടിച്ചോ. 1 2 3 4 5 6 7 8 9. രക്ഷപ്പെട്ട്. മുട്ട കിട്ടി. കുസൃതിയാണ്. തലകുത്തി തിന്നാൽ വലുതാവുന്നത് ആര്? തലകുത്തി അങ്ങനൊന്നും ചിന്തിക്കാല്ലേ. തലകുത്തി തിന്നാൽ വലുതാകുന്ന ആര്? നിങ്ങളല്ല. ക്ലൂ ഒന്നുമില്ല. ചോദ്യമുണ്ട്. 1 2 3 2 3 2 1 2 3 അറിഞ്ഞൂടല്ലേ? 6 തിരിച്ച 9. എത്ര നമ്പർ? എത്ര? 6 തിരിച്ചിട്. അടി പെടത്. 1 2 3 4 5 6 7 8 9. തിന്നാൻ വേണ്ടിയാണ് വാങ്ങുന്നത്, പക്ഷെ തിന്നാറില്ല ഒരിക്കലും. തിന്നാൻ വേണ്ടിയാണ് വാങ്ങുന്നത്, പക്ഷെ തിന്നാറില്ല. അത് ആപ്പിള്. ആലോചിച്ചോക്ക്. തിന്നാൻ വേണ്ടിയാണ് വാങ്ങുന്നത്, പക്ഷെ തിന്നാറില്ല. എന്ത് തിന്നാത്ത? എനിക്ക് അറിയാം. പറ. 1 2 എനിക്ക് അറിഞ്ഞൂടല്ലേ? പ്ലേറ്റ്. നമ്പർ പറ. പ്ലേറ്റാ? പ്ലേറ്റ് തിന്നോടാ നീ? പറയുന്ന പൊട്ടി. ശരിയാണ്. പറ്റില്ലല്ലോ. എത്ര? 6. 1 2 3 4 5 6 7 ഇതെന്ത് ഇരുമ്പിന്റെ വരൂ? Which son is dangerous? കുസൃതിയാണോ? Which son is dangerous? പറ. 1 2 3 4 അയ്യോ കാറ്റോട്. അല്ല, പോയിസൺ. എത്ര നമ്പർ? 6. 1 2 3 4 5
സമയം മുറിച്ചാൽ എന്ത് കിട്ടും? സമയം മുറിച്ചാൽ എന്ത് കിട്ടും? ടൈം പീസ്. ഓ കറക്റ്റ്. നോക്കിയ ചടങ്ങൾ ഇല്ല, എനിക്ക് അറിയാം. പിടി. കുത്തുന്ന നിറം. കുത്തുന്ന നിറം. കുത്തുന്ന നിറം. ഇത് സീരിയല്ലേ? പറയുമല്ലോ. പറ, ഏതെങ്കിലും നിറം പറ. അറിഞ്ഞൂടാ. ആകാശക്കടന്നു. ഉത്തരം പച്ച. എത്ര നമ്പർ? എത്ര? 6. അടിച്ചോ. അങ്ങനെ ഞാൻ അടിച്ചോളാം. നടക്കൂല. അത് ഞാൻ പൊട്ടിറ 1 2 3 4 5 6 7 അല്ലടാ. നിങ്ങളുടെ മുന്നിലുണ്ട്, പക്ഷെ കാണാൻ പറ്റില്ല. കണ്ണ് കണ്ണ് അല്ല. പല്ല് അല്ല. 2 ഉത്തരായില്ലേ? ആ, ഉത്തരം എനിക്കറിയാം. ഭാവി. 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 6. 1 2 3 4 5 6. കുസൃതിയാണ്. ആ. എല്ലാവരും തെന്നി വീഴുന്ന രാജ്യം. ഓ ഭയങ്കര ഇതായിപ്പോയി. അറിയാ? ഇതൊക്കെ എനിക്ക് തന്നൂടെ? പോയിട്ടുണ്ട് അവിടെ. നിങ്ങളവിടെ പോയിട്ടുണ്ട്. 1 2 3 4 5. ഉത്തരം ഗ്രീസ്. 9 പൊട്ടിക്കുക. 2 3 4 5 6 7 8. എല്ലാവരും ഇങ്ങനെ പൊട്ടിക്കുന്ന പൊട്ടിച്ച മുട്ട പൊട്ടി. ഇവര് അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ വിമാനത്താവളങ്ങളുടെ എണ്ണം 3. ഓ 3 എണ്ണമുള്ള. ആരാണ് ഉത്തരം? നമ്പർ പറ. 9. 9 അടിച്ചോ. അങ്ങനെ പോ. 1 2 3 4 5 6 7 8 9. കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളം എവിടെയാണ്? അത് കൊച്ചി ഇന്റർനാഷണൽ. അല്ല, തെറ്റ് ഉത്തരം. തിരുവനന്തപുരമാണ്. അപ്പൊ നമ്പർ പറ. 7. 1 2 3 4 5 6 7. കൊച്ചി മെട്രോ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്ത വർഷം? 2017. അല്ല, 19. നമ്പർ പറഞ്ഞോ. അടിക്കാൻ ഞാൻ പറഞ്ഞു. നമ്പർ എത്ര? 6. പൊട്ടി. 1 2 3 4 5 6. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി? അയ്യോ മറ്റേ അല്ല, നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാട്. അപ്പൊ എത്ര നമ്പർ? 9 അടിച്ചോ. പൊട്ടിയിരിക്കുന്നു. പണിഷ്മെന്റ് തലയും കൊണ്ട് വെച്ചോ. സെറ്റ്. അപ്പൊ ജയിച്ചിരിക്കുന്നത് ഗായത്രി. പൊട്ടിച്ചില്ലെങ്കിൽ എന്റെ പുറത്തോട്ടേ. എക്സ്പീരിയൻസ് പറയല്ലേ? അടിപൊളിയായിരുന്നു. വിചിത്രമായ ഒരു ഗെയിമായിരുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കളിക്കാത്ത പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡയർ ടു വിൻ കാണാത്ത പണിഷ്മെന്റ് അല്ലേ ആനന്ദൻ സെലക്ട് ചെയ്തത്. സ്വന്തമായിട്ട് മുട്ടേനെ ഗോഡൗൺ തന്നെ ഉണ്ട്. അവൻ തന്നെ ഇട്ട മുട്ടയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അടിപൊളിയായിരുന്നു. നല്ല ചോദ്യമായിരുന്നല്ലേ? നല്ല മികച്ച ചോദ്യങ്ങളായിരുന്നു. ഞാൻ എല്ലാം പഠിച്ചു കേരളത്തില്. എനിക്ക് ഫുള്ള് കേരളമായിരുന്നു. ആഴെ അറിയത് കൊന്നു അറിയത് നീളത്തില്. അപ്പം അടുത്ത എപ്പിസോഡിൽ ഇതിലും കിടിലും ഗെയിംസുമായിട്ട് കിഡിലും ഗെയിമായിട്ടാണ് വരുന്നത്. ഓക്കെ. ഓക്കെ.